എല്ലാവരും നല്ലൊരു ഫീഡ്ബാക്കാണ്. മെയിനായിട്ട് നമ്മൾ ഈ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ തറയുടെ ഓടും അതുപോലെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഈ ടെക്സ്ചർ പെയിന്റിങ്ങിന്റെ കാര്യം പെയിന്റർ വന്നപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞത് എനിക്ക് ഈ ഓടിൻ്റെതും അതുപോലെ തന്നെ തറയുടെ ഓടിൻ്റെതും രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ വേണം എന്നുള്ളൊരു ഇതിലാണ് പുള്ളി ഈ കളർ തന്നെ ഈ ഡിസൈൻ നിങ്ങൾക്ക് കാണാം, ഓടിന്റെ കളറും അതുപോലെ തന്നെ തറയുടെ ടൈലിന്റെ ഡിസൈനും കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ കളർ കോമ്പിനേഷൻ നല്ലൊരു കോംബോ ആണെന്ന് എല്ലാവരും പറയാറുണ്ട്. അത് പ്രത്യേകിച്ച് അവിടെയൊക്കെ നിന്നിട്ട് എടുക്കുമ്പോൾ ഇന്നലെ ഒരാൾ വീട് കാണാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇത്രയും നല്ല വീട് ഇത്ര ഉള്ളിലോട്ട് വെച്ചല്ലോ, ആർക്കും കാണാത്ത പോലെ. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ വിഷയമാണ്. കാരണം അതൊക്കെ റോഡ് സൈഡിലാവേണ്ട വീട് നിങ്ങൾ അന്ന് പറഞ്ഞു. സാധാരണ ഇപ്പൊ ഞാൻ ഇതിന് മുന്നേ താമസിച്ചിരുന്ന വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഇത് മാത്രമുള്ള വീടാണ്, ഏറ്റവും നല്ല വീടാണ്. പക്ഷെ അതിന് നമ്മൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അതിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ആൾക്കാർ പെട്ടെന്ന് ഒരു സ്റ്റെപ്പ് പുറകോട്ട് എടുക്കുക, കാരണം അത്ര ചൂടാണ്. ആൾക്കാർ പറയേണ്ട ഒരു ഓവനകത്ത് കയറിയ പോലെ ഉണ്ടെന്ന്. പക്ഷെ ഇതിപ്പോ അകത്തേക്ക് കയറുമ്പോൾ ആൾക്കാർ എ സി ഓൺ ആണോ എന്ന് ചോദിക്കുന്നതിനുള്ളൊരു തണുപ്പുണ്ട് അകത്ത്. എനിക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എപ്പോഴും ഇപ്പം ഞാൻ കൂടുതൽ ഡീൽ ചെയ്തിട്ടുള്ളത് മിഥുനുമായിട്ടാണ്. മിഥുനുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് യാതൊരു ഒരു ഡിലേയോ ഒരു സൈഡിൽ നിന്നും ഒരു സാധനം വേണമെന്ന് പറയുമ്പോൾ എത്തിച്ചു തരാനും അതുപോലെ തന്നെ അവിടെ വണ്ടിക്കാർ അവിടുന്ന് ലോഡ് ചെയ്ത് വിടുന്നതും ഇവിടെ വന്ന് അൺലോഡ് ചെയ്യുന്നതിനകത്തോ എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല എന്നാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ നിങ്ങളുടെ ഓഫീസിൽ വരുമ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനകത്തുനിന്ന് എനിക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് മിഥുനാണ് വന്നത്. മിഥുൻ എന്നെ അന്ന് കുറെ നിങ്ങളുടെ ബുക്ക്ലെറ്റ് ഒക്കെ കാണിച്ചു, ബ്രോഷേഴ്സ് ഒക്കെ കാണിച്ചു. അപ്പൊ എനിക്ക് അതിനകത്ത് കളറും അതുപോലെ തന്നെ നിങ്ങളുടെ അതിന്റെ ഈ ടൈലിന്റെ ക്വാളിറ്റി എക്സ്പ്ലെയിൻ ചെയ്തത്, അതുപോലെ തന്നെ മിഥുനും പിന്നെ നിങ്ങൾ മിസ്റ്റർ ഹബീഷും നിങ്ങൾ വന്ന സമയത്ത് നിങ്ങൾ എനിക്ക് ആ ടൈലിന്റെ ക്വാളിറ്റി പറഞ്ഞു തന്നു. അതിന്റെ ബേസിക് ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം, അതായത് നിങ്ങളുടെ ആ ക്ലേയുടെ കാര്യം, വൈറ്റ് ക്ലേ അല്ലെങ്കിൽ റെഡ് ക്ലേ, ആ കാര്യങ്ങൾ പറഞ്ഞതും ആ ഒരു ഇതിലാണ് എനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് സാധനം എടുക്കാം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത്. ഓക്കെ ജോസേട്ടാ, അപ്പം ഞങ്ങൾക്ക് നല്ലൊരു ഫീഡ്ബാക്ക് തന്നു. ഇനിയിപ്പോൾ ഇതുപോലുള്ള ഈ ചുറ്റുവട്ടത്തുള്ളവരും നമ്മളെ പരിചയക്കാരും ബന്ധുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരോട് കൂടി നമ്മളൊന്ന് സജസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്.